ഹലോ ഗൈസ്, എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ മണിയുടെ വാല്യൂയെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. മണിയുടെ വാല്യൂ, മണിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അച്ഛന്മാരെ, ഞാനൊന്ന് ഉടുപ്പിട്ടിട്ട് വരാം. ഒറ്റ മിനിറ്റ്, ഇതാ വരുന്നു. ഈ തിന്നുന്ന കപ്പലണ്ടിക്ക് വരെ നമ്മൾ കാശ് എണ്ണി കൊടുക്കണം. എന്ന് വെച്ചാൽ കാശുണ്ടെങ്കിലേ കപ്പലണ്ടി തിന്നാൻ പറ്റൂ. ഞാൻ പലതും പറയും, നിങ്ങളത് കേൾക്കണ്ട. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ പലതും പറയും. നിങ്ങളത് നോക്കിയാൽ വേണ്ട. കാശുണ്ടാകാൻ ഏത് മാർഗമാണെങ്കിലും എടുത്താലും കുഴപ്പമില്ല. കാശുണ്ടോ, ജീവിക്കാം. നമ്മുടെ ഒരു ബാങ്കിൽ പോയി, അല്ല വലിയ ബാങ്ക്, സെറ്റപ്പ് ബാങ്ക്, ആളുകൾ കൂടിയിരിക്കുന്നു. അവിടെ ഒരു 3-4 ലക്ഷം രൂപ എടുത്തിട്ട് നമ്മുടെ കൈ പിടിച്ച് വരുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആളുകൾ നോക്കും. അതിനകത്തുണ്ടൊരു വില, മനസ്സിലായോ? ഞാൻ പലതും പറയും. ചിലവരുടെ ഇതെന്ന് വെച്ചാൽ പൈസ ഇല്ലെങ്കിലും ജീവിക്കാം എന്ന് കരുതുന്നവരുണ്ട്. എൻ്റെ ചിന്തയിലും അങ്ങനെ ആയിരുന്നു. എന്ന് വെച്ചാൽ പിച്ചക്കാരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു. അതിനും വേണം, ഒരു നേരം ആഹാരത്തിനും വേണം ഒരു 70 രൂപ. ഒരു ഊണിന് കൊടുക്കണം 70 രൂപ, മനസ്സിലാക്കണം. അങ്ങനെ ഓരോ കണ്ടീഷൻ പൊക്കോണ്ടിരിക്കുമ്പോഴും പൈസ ഇല്ലയോ മൂഞ്ചി, ഇത്രയും മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഞാൻ പറയുന്നില്ല പഠിച്ച് പൈസ ഉണ്ടാക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പൈസ അത് വേണം. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പൈസ തന്നെ വേണം. അല്ലാതെ വേറൊരു കാര്യം ചെയ്താൽ പോലും നടക്കാൻ പോകുന്നില്ല. എങ്ങനെയോ പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഒന്നും എനിക്ക് പറയാനില്ല. നാട്ടിലിറങ്ങുമ്പം കുറഞ്ഞത് കയ്യിലൊരു 1000 വേണം. അതാണ് ഇപ്പോഴത്തെ ജീവിതം. പക്ഷെ 1000-ലോ 2000-ലോ 10,000-ലോ നമ്മൾ വിചാരിക്കരുത്, മനസ്സിലായോ? കയ്യിൽ ലക്ഷങ്ങൾ നമ്മുടെ കയ്യിരിക്കണം. വണ്ടി തുറക്കുമ്പോൾ ഡോറിൻ്റെ സൈഡിൽ പൈസ വേണം. അതായിരിക്കണം ലൈഫ്, അതായിരിക്കണം ജീവിതത്തിൽ പോകുന്ന മാർഗങ്ങൾ, അതായിരിക്കണം. സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങണ്ടേ? രാത്രിയിലും സ്വപ്നം കാണേണ്ടത് പൈസ മാത്രം. നിങ്ങളത് ചിന്തിക്കണം. എങ്ങനെയാണെങ്കിലും അത് വെള്ളയിൽ എത്തിക്കാൻ നിങ്ങൾ നോക്കണം. അതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഇത്. എന്നാൽ ശരി, അത്രയേ ഉള്ളൂ. ഗുഡ് ബൈ. കപ്പലണ്ടി പോലെ തിന്നാഘോഷിക്കുക. വരെ ഉള്ളി മണി ചില്ലയിൽ വെച്ചുകൊണ്ടിരിക്കുക. ഉള്ളി മണി എന്ന് പറഞ്ഞ് സ്പൈ പോവുകയാണ്. ഗുഡ് ബൈ, ടാറ്റ.